മകളുടെ സ്കൂട്ടർ പരിശോധിച്ചതിന്റെ ദേഷ്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീപ്പിന്റെ താക്കോല് മൂരിയെടുത്ത അച്ഛൻ കടന്നുകളഞ്ഞു. പത്തനംതിട്ട തിരുവല്ല നെടുമ്പ്രത്ത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വിചിത്രമായ ഈ സംഭവം ഉണ്ടാകുന്നത്. സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടി ഇരുചക്ര വാഹനം ഓടിച്ചു വരുന്നത് കണ്ടാണ് വാഹന പരിശോധന നടത്തുകയായിരുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വാഹനം കൈകാണിച്ച് നിർത്തിയത്. ലൈസൻസ് ആവശ്യപ്പെട്ട സമയത്ത് പ്രായപൂർത്തിയായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുത്തിട്ടില്ല എന്നും ഈ കുട്ടി തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി രക്ഷിതാക്കളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. ഇതിന് പിന്നാലെ സ്ഥലത്തെത്തിയ കുട്ടിയുടെ രക്ഷിതാവ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും തൻ്റെ വാഹനം വിട്ടു നൽകാതെ നിങ്ങളുടെ വാഹനവും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീപ്പിൻ്റെ താക്കോല ഊരിയെടുക്കുകയുമായിരുന്നു. ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പുളിക്കീഴ് പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നെടുമ്പ്രം സ്വദേശിയായിട്ടുള്ള അജീഷാണ് പോലീസിന്റെ പിടിയിലായത്. പിന്നീട് എന്താണെങ്കിലും ഈ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഈ വൈക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് പൊടിയാടിയിൽ നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് വൈക്കത്തില്ല സ്ഥലത്ത് വാഹനം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് വന്നാണ്. വന്ന് നമ്മൾ കൈ കാണിച്ച് നിർത്തി അപ്പോൾ കുട്ടിക്ക് ലൈസൻസ് ചോദിച്ചു. ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു. ലൈസൻസ് എന്താ എടുക്കാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 18 വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. 18 വയസ്സാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വണ്ടി ഡോക്യുമെന്റ്സിന്റെ ഇതെല്ലാം വാലിഡിറ്റി നമ്മൾ പരിശോധിച്ചപ്പോൾ വണ്ടിയുടെ എല്ലാ വാലിഡിറ്റിയും എക്സ്പയർഡ് ആണ്. എന്നിട്ട് വണ്ടി നിരത്തിൽ ഇറക്കാൻ പാടില്ലാത്ത വണ്ടിയാണ്. അങ്ങനെ ഒരു വണ്ടിയാണ് ഒരു കുട്ടി വാഹനം ഓടിച്ചുകൊണ്ട് വരികയാണ്. അതും ലൈസൻസ് ഇല്ലാത്ത ഒരു കുട്ടി വാഹനം കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ AMAയുടെ ഫോൺ നമ്പറിൽ നിന്ന് അവരെ വിളിച്ചു. പേരൻസ് ആരെങ്കിലും വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും കൂടെയാണെന്നാണ് പറഞ്ഞത്. 2 പേര്. അവർ പെട്ടെന്ന് 2 പേര് ബൈക്കിനകത്ത് വന്നിട്ട് പെട്ടെന്ന് അവിടെ ഇറങ്ങിയിട്ട് എവിടെ വണ്ടി എവിടെ എന്ന് ചോദിച്ചു. കുട്ടിയെടുക്കാൻ വണ്ടി സാറ് കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ചാവി എവിടെ ചോദിച്ചു. അത് ചാവി സാറിൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മുടെ കൂടുതൽ AMAയുടെ ഇന്ന് ഈ ചാവി പിടിച്ചു മേടിക്കാൻ വേണ്ടി ചെന്ന് പെട്ടെന്ന് ഞാൻ തടഞ്ഞു. ഉടനെ പറഞ്ഞു എന്റെ വണ്ടി തരാതെ നിങ്ങളുടെ വണ്ടി ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്കകത്ത് ചാടി കയറി. അവിടെ നമ്മുടെ ചാവി വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആ വണ്ടിയുടെ അകത്തുനിന്ന് ചാവി എടുത്ത് കൈവച്ച് കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ നിയമപരമായ വഴിക്ക് പോയി പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് അവിടെ വന്നു. അദ്ദേഹത്തെ അവിടെ വെച്ച് പോലീസ് വന്നിട്ട് പോലും ഇത് തരാൻ തയ്യാറായില്ല താക്കോല്. പിന്നെ അവിടെ നിന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് പോലീസ് റിക്കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പുളിക്കേട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ താക്കോല് കൊടുക്കാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന്റെ താക്കോല് തരില്ല എന്നൊരു നിലപാടായിരുന്നു അല്ലേ? അതെ. അതായത് നമ്മുടെ വണ്ടിയുടെ ചാവി അതിനകത്ത് ഇരുന്ന് ഓടിപ്പോയി ആ വണ്ടി ചാവി അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അകത്ത് കയറി ചാവി എടുത്തു. കുറെ സമയം ഇയാൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ചു. ഭയങ്കര പ്രശ്നം സൃഷ്ടിച്ചു. എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ ജയിലിൽ കിടക്കാനും തയ്യാറാണ്. എന്ത് ചെയ്യാനും തയ്യാറാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റൂ. എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള പേപ്പറൊന്നും കാണത്തില്ല. നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു ശൈലിയാണ്. എന്റെ വണ്ടിക്ക് പേപ്പർ കാണത്തില്ല. ഞാൻ ഓടിക്കുന്ന വണ്ടികൾക്കൊന്നും പേപ്പറില്ല. ഞാൻ പേപ്പറുള്ള ഇതിലല്ല. അങ്ങനെ പേപ്പറില്ലാത്ത വണ്ടി കൊണ്ടൊക്കെ ഞാൻ വണ്ടി ഓടിക്കും. നിങ്ങളിടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഫൈനൊന്നും നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. കാരണം നമ്മൾ ഇന്നേ വരെ നമ്മൾ ഇത്രയും കാലത്ത് സർവീസിനിടയിൽ നമ്മൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. കാരണം തെറ്റ് സംഭവിച്ച സാധാരണ ഇതിൽ അക്സെപ്റ്റ് ചെയ്യാണ് പതിവ്. അങ്ങനെ തെറ്റ് സംഭവിച്ചു എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാണ് പതിവ്. ഇത് ഞാൻ ഇങ്ങനെ പോകും. എന്തെങ്കിലും രാഷ്ട്രീയ പിൻബലമുള്ള ആളാണോ? അതിനെക്കുറിച്ച് അറിയാമോ? ഇല്ല, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. രാഷ്ട്രീയ പിൻബലമൊന്നും അതിനകത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ അന്വേഷിച്ചു. അങ്ങനെ രാഷ്ട്രീയ പിൻബലമോ അല്ലെങ്കിൽ വല്ല ഗുണ്ടാലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഉള്ളതാണോ നമ്മൾ തിരക്കാം. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ആരും അങ്ങനെയുള്ള അഭിപ്രായമൊന്നും പറയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഇനി പോലീസ് അന്വേഷിക്കണം. അത് നമ്മളതിന്റെ നിയമപരമായ നടപടികളിലേക്ക് നമ്മളവിടെ മറ്റൊരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമ്മളതിന്റെ നിയമപരമായ നടപടികളിലേക്ക് പോയി. എന്തെങ്കിലും ലഹരിയിലായിരുന്നു അങ്ങനെ വല്ല സംശയം ഉണ്ടോ? ഇല്ല, ലഹരിയില്ല. മദ്യത്തിൻ്റെതായ ഇതൊന്നുമില്ല. അപ്പൊ ആള് നമ്മളോട് പറയുകയും ചെയ്തു ഞാൻ മദ്യപിക്കുന്ന വ്യക്തിയല്ല എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു ഇവരുടെ മദ്യത്തിന്റെ ഇതിലാണോ എന്നുള്ള സംശയം പ്രകടിപ്പായിട്ട് കക്ഷി ഇങ്ങോട്ട് തന്നെ പറയാൻ ഇല്ല, മദ്യപിച്ചിട്ടൊന്നുമില്ല, മദ്യപിക്കാറില്ല ഒരു ഇതാണ് കക്ഷി പറഞ്ഞത്. എന്താണ് കക്ഷിയുടെ ഇതിന്റെ പിന്നിലുള്ള ഇതെന്ന് പറഞ്ഞില്ല. നിയമത്തെ ഞങ്ങൾ അനുസരിക്കില്ല എന്നുള്ള ഒരു വാശിയാണ്. എന്റെ വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ പോകും.
ഇനി രാജ്യത്തെ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അതെ അതെ, നിയമങ്ങളൊന്നും ബാധകമല്ല. എന്താണെങ്കിലും സാർ, ഈ വാഹനത്തിനെതിരെ നമ്മുടെ ഭാഗത്തുനിന്ന്, മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. വാഹനം നമ്മൾ കസ്റ്റഡിയിലെടുത്തു, പുളിക്കൽ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ. ഇനി നമ്മൾ ഇതിന്റെ നിയമപരമാണ് നമ്മൾ കോടതിയിലേക്ക് ഇത് നമ്മുടെ ജോലി തടസ്സപ്പെടുത്തി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ പോലീസിന്റെ കേസ് വേറെ ഉണ്ട്. പിന്നെ ഇതിന്റെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് കൊടുക്കും. അതിന്റെ നിയമപരമായ നടപടികൾ നമ്മൾ ഉടനെ കമ്മിങ് ഡേയ്സിൽ തന്നെ നമ്മൾ അതിന്റെ നിയമപരമായ നടപടികളിലേക്ക് പോകും. കോടതിയിലേക്ക് കേസ് സബ്മിറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന കോടതിയായിരിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് പുളിക്കീഴ് പോലീസ് ഈ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.